മനസ്സിലായി. ഇപ്പൊ ഈ സ്ഥലനാമങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഉദാഹരണം ഇപ്പൊ ഈ പറഞ്ഞ കാവുണ്ടിക്കല്ല്, അതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ വരാനുണ്ടായ ഒരു ഐതിഹ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഈ കേട്ടിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് ഇത് വന്നത്? പട്ടിമേളത്തെ കുറിച്ച് അറിയുന്നത് പറയാം. അതൊന്ന് പറയൂ. ഇത് പട്ടിമാളം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഭവാനിയുടെ ഏറ്റവും വീതി കൂടിയ സ്ഥലമാണ്. ഓ, അത് ശരി. ആ താഴെ പ്രത്യേകിച്ച് ആ. വീതി കുറയുന്നതോടും വെള്ളപ്പൊക്കാലത്ത് ഒഴുക്ക് കൂടും. ആ. അപ്പൊ കടക്കാനൊന്നും പറ്റില്ല. ഉം. ഈ വീതിയുള്ള സ്ഥലമായതുകൊണ്ട് ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കടത്ത്. കടത്ത്. കടത്തെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ചങ്ങാടത്തിന് മുള കൊണ്ടുള്ള പാണ്ടി. കൊട്ടയുണ്ടാക്കിയിട്ട് ആ. കൊട്ടയുടെ പുറമെ പോത്തിന്റെയോ കാളയുടെയോ തൊലി ചുറ്റും. ആ, ആ. അതായിരുന്നു ഇവിടുത്തെ കടത്ത്. അതിന് പരശൽ എന്നാ പരിസ്. പറഞ്ഞത്. അത് ഇവിടെ ആ ഉണ്ടായിരുന്നു. പരശല കടത്ത് ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഇതാ ഒരു കടത്തല്ലേ. ആ. അപ്പം ഈ അക്കരയ്ക്ക് മാടിനെയൊക്കെ കൊണ്ടുപോകേണ്ട ആളുകളുണ്ടാവും. ആ. അവരൊക്കെ ഈ ഇവിടെ വന്ന് ആണ് സെറ്റിലാവുന്നത്. ആ. അപ്പോൾ ഇവിടെ ഒരുപാട് തൊഴുത്തുണ്ടായി. ഓ. തൊഴുത്തിന് അവർ പറയുന്ന പേര് പട്ടി എന്നാണ്. ആ, ആ. കാലിത്തൊഴുത്ത്. അത് ശരി. അപ്പൊ ആ പട്ടികളുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ടായി. അപ്പൊ പട്ടിമേളം. ശരി. പട്ടിമേളാണ്. പട്ടിമേളം. പട്ടിമേളം. ഓ, അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. കാവുണ്ടിക്കലിനെ മുപ്പം പറഞ്ഞ ഒരു കഥയുണ്ട്. തിരുവാണിയിലെങ്ങാണ്ടുള്ള ഒരു കൗണ്ടച്ചി, അത്ഭുത സിദ്ധിയുള്ള കൗണ്ടച്ചിയായിരുന്നു. അവരെങ്ങ പുള്ളി പറയണ എന്തോ തുരങ്കം ഉണ്ടാക്കി വന്നാണ് ഇവിടെ കാവുണ്ടിക്കല്ലി വന്നു. കാവുണ്ടിക്കല്ലി വന്ന് അവർ താമസിച്ച ഇടമൊക്കെ അവിടെ കൊണ്ടുപോയി. ഇപ്പൊ അതെല്ലാം അവിടെ ഒരു കുളം ഉണ്ടാകും. കുളത്തെ വെള്ളം ഒരിക്കലും പറ്റൂല. അപ്പൊ അതെല്ലാം ആളുകളുടെ കൈവശം വന്ന് അവരതൊക്കെ നികത്തി. അപ്പൊ ആ കൗണ്ടച്ചിയുടെ പേരിലാണ് അത് വന്നിരിക്കുന്നത്. കാവുണ്ടിക്കൽ എന്നാണ് മൂപ്പൻ പറയുന്നത്. അങ്ങനെ ഓരോ കഥയുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അങ്ങനെ ഇവിടെ പോയിരുന്ന് ഞാൻ പറയുന്നത്. പിന്നെ സ്വർണ്ണ കഥ എന്ന് പറയാനുള്ള കാരണം ടിപ്പു ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചിട്ടുണ്ട് അട്ടപ്പാടി. അത് ആർക്കും ചരിത്രത്തിലില്ല. പല സ്ഥലങ്ങളിൽ ടിപ്പുവിന്റെ 2 കോട്ട ഇവിടെ ഉണ്ടായിരുന്നു. കോട്ടത്തറ ഉണ്ടായത് ടിപ്പു വന്നേ പിന്നെ. അതിനു മുമ്പ് സ്ഥലത്തിന്റെ പേര് മുടുകത്തറയായിരുന്നു. അവിടെ മുടുകരുടെ ഊരായിരുന്നു. ടിപ്പു വന്ന് അവിടെ കോട്ട കുത്തിയിട്ടുണ്ട്. മൺകോട്ട ആയതുകൊണ്ട് അതെല്ലാം പൊളിഞ്ഞു പോയി. വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിരത്തി കൃഷി ചെയ്തു. ഇതിന്റെ സ്ഥലമൊക്കെ അറിയാം. കോട്ടത്തറ, മുടുകത്തറ കോട്ടത്തറയായി. പിന്നെ വേറൊരു കോട്ട ഇരുന്നത് ഇവിടെ ഉണ്ടായി. ഇതിന്റെ അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ താഴെ ചാവടി മേൽചാവടി. അപ്പോ കോട്ടപ്പടി എന്നാണ് ആ സ്ഥലത്തിന്റെ പേരിപ്പോ. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. അത് മൺകോട്ടയായിരുന്നു. അവിടെ ചെറിയ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വീരക്കല്ലൊക്കെ ഉപയോഗിച്ച് ആദിവാസികളുടെ അമ്പലമായിട്ട് ബോർഡ് കാണാതെ പോയ കോട്ടപ്പടിയാണ്. പിന്നെ അവന് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഒളിത്താവളമായിരുന്നു. കാരണം വാഴ വഴിക്ക് വന്നാൽ ഒക്കെ അറിയുമല്ലോ. ആദ്യം വന്ന അതിലെവിടെയാണ് പ്രധാന വഴി, അതാണ് ഇത് ഒളിത്താവളം. ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്ന ആളുകൾക്ക് പാലക്കാടിന് പോകാനുള്ള വഴിയാണ് ടിപ്പു സുൽത്താൻ റോഡ്. മണ്ണാർക്കാടേക്ക് ഇറങ്ങി അവിടെ ഒരു വഴി ഉണ്ടാക്കി. പിന്നെ അവരുടെ വിളക്ക് കൊളുത്തിപ്പാറെന്ന് പറഞ്ഞ അവരുടെ ഈ സെൻട്രികൾക്ക്, കാവൽക്കാർക്ക് മുകളിൽ മല കയറി നോക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. കക്കുപ്പടിക്ക് മുകളിൽ. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കതൊക്കെ അറിയാൻ കഴിയുന്നത്. അപ്പൊ അവനിവിടെ സ്വർണം തേടി വന്നു എന്നാണ് പറയണത്. അതുപോലെ സ്വർണം കണ്ട് വിളിച്ചു വെക്കൂ. അങ്ങനെയാണ് സ്വർണ്ണക്കെത്ത എന്ന പേര്. ഗദ്ദ എന്നുള്ള പേര് ഇവിടുത്തെ ഒരു കർണാടകത്തിൽപ്പെട്ട ഒരു പേരാണ്. ഞാനവിടെ 95 മുതൽ എനിക്ക് സ്കൂളുണ്ട്, ആദിവാസി സ്കൂൾ. ഇവരുടെ ഭാഷയും സംസ്കാരമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ആൾക്കാർ തന്നെ പഠിപ്പിക്കുന്നത്. തുടങ്ങിയത് അവിടെയാണ്. അപ്പൊ ആ തുടങ്ങിയ കാലത്തെ ആ സ്കൂളിലുണ്ടായി പഠിച്ചുകൊണ്ടിരുന്ന 6 or 7 ചെറുപ്പക്കാർ. അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് തൊഴിലുറപ്പുകാർക്ക് ഫോട്ടോ എടുക്കണം, ശമ്പളം കിട്ടണമെങ്കിൽ. അതറിയാമോ? പണി കഴിച്ചു. അപ്പൊ ഇവർ ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്ന നേരത്താണ് അവിടെ ഞങ്ങൾ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണേണ്ട ആളിനെ ഞങ്ങൾ പോയി കണ്ട മൂപ്പത്തിയെ കണ്ടു. വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് കുശുകുശുക്കല്ലേ, എടാ ഇത് നമ്മുടെ പഴയ മാണിയച്ചനാണ് എന്ന് പറഞ്ഞു. ഒരുത്തൻ വന്ന് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ സ്കൂളിൽ ഇവിടെ പഠിച്ച ആളാന്ന് പറഞ്ഞു. ഉടനെ പിന്നെ പുറകെ ഒരു 6-7 പേര് ചെറുപ്പക്കാരെ, 10-30 വയസ്സുള്ള. ഇവരെ കാണുന്നത്, ഇവരോട് ഇടപെടുന്നതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഇന്നസെന്റായ നിഷ്കളങ്കരായ മനുഷ്യരാണ്. പകയോ വിദ്വേഷമൊന്നും അവരുടെ മനസ്സിലില്ല. അത് അറിഞ്ഞുകൂടാ. ഈ 1000 മില്ലിമീറ്റർ താഴെ മഴയുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം കൊടുത്താൽ ഇത് സ്വർണ്ണം വിളയിക്കാം, എന്തും പിടിക്കും. നല്ല മണ്ണ്. അതേസമയം പടിഞ്ഞാറൻ ഭാഗത്ത് പല ചെടികളും പിടിക്കുകയില്ല. കാരണം ഈ അതിമഴയൊക്കെ ഉള്ളതുകൊണ്ട് തെങ്ങവിടെ പിടിക്കും, തെങ്ങ് പോവും. ആ തെങ്ങില്ല അവിടെ, ഒന്നുമറ്റേ ഉണ്ട്. ഇവിടെ മുഴുവൻ തെങ്ങ് തോപ്പാ. ഇത്
ഞാൻ ഇവിടെ കൊച്ചു കാഴ്ച പിന്നെയാണ്. അത് മാണിസാറാണ് ഇപ്പൊ ഈ ആദ്യമായിട്ട് ഇവിടെ തെങ്ങ് കൃഷി ചെയ്യണത്. അല്ല, ഒന്നും ഒറ്റ തെങ്ങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും, പക്ഷെ എങ്കിലും ഒരു ഒരു 50 തെങ്ങുണ്ട്. 50 തെങ്ങ് പിടിപ്പിച്ച് കഴിപ്പിച്ചത് ഞാൻ. നല്ല കായാണ്, നല്ല ഇതുമാണ്. അത് ആ തെങ്ങ് അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? തെക്കുന്ന എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൂടെ വന്നു. ഒരു തെങ്ങല്ല, പനയാണല്ലോ. ഇത്ര വണ്ണമുണ്ട് അതിന്റെ ചുവടിന്. അതിന്റെ ചുവടിന് ഈ വണ്ണമുണ്ട്. മണ്ണ് നല്ല മണ്ണായതുകൊണ്ടും അതിന് നല്ല വെള്ളം കുത്തുകൊണ്ടാണ് ഈ വലിയ ഞങ്ങൾ പറഞ്ഞ നമ്മുടെ നാടൻ പൂളമരം. ഇതൊക്കെ മാണിസാർ വെച്ച് പിടിപ്പിച്ചാണോ? ഇതൊക്കെ അതെ, ഇത് എന്തോന്നാ ഉങ്ങാണ്. ഇത് അല്ലോ വലിയൊരു കാറ്റാടി മരം. ഇത് വെച്ച് പിടിപ്പിച്ചത്. അല്ലാണ്ട് ഇവിടെ അവിടെ ആ പറമ്പിൽ നിൽപ്പുണ്ട്. ഇത്രയും മണ്ണയില്ല. ഇവിടെ ഇത്രയും വെള്ളമുള്ളത് കൊണ്ടാ അവിടെ നനയ്ക്കുന്നതല്ലേ. വലിയൊരു ആ പുളിമരം ഒക്കെ അതെ. ശരി, ഒരുപാട് പൂളമരം ഇതൊക്കെ ഉണ്ട്. ഒരു ജൈവ, ഞാൻ എൻ്റെ സ്ഥലങ്ങളൊക്കെ പറയുന്നത് കാർഷിക വനം എന്നാണ്. ഞങ്ങൾക്ക് മാണിസാർ ഈ അട്ടപ്പാടിയെ പറ്റിയുള്ള ചെറിയൊരു വിവരണം, പെട്ടെന്ന് വന്നിട്ടുള്ള യാതൊരു മുൻകൂട്ടിയുള്ള ഒരു പ്രോഗ്രാം നിശ്ചയിച്ചിട്ട് വന്നതല്ല. വെറുതെ അട്ടപ്പാടിക്ക് വന്നപ്പോൾ മാണിസാറിനെ കണ്ടിട്ട് പോകാറുണ്ട് വന്നതാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ കുറച്ചു നേരം സന്തോഷം. പിന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ സഹായിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഈ ചാനല് മധുരമിഠായി ഒരുപാട് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് പല പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞതും 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. അതുപോലെയാണ് ഇപ്പോൾ മാണിസാറിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ മാണിസാറോട് ഞങ്ങൾക്ക് ചെറിയൊരു അഭിമുഖം നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ നന്ദിയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. നന്ദി, നമസ്കാരം.